ഇന്ന് പിന്നെ ചെയ്തൊരു പ്രോബ്ലം എന്നാ കണ്ട ഈടെ ഒറ്റൊരു ഫംഗ്ഷനെ തന്നിട്ടുള്ളൂ, വേറെ ഒന്നും തന്നില്ല. നേരത്തെ ഇല്ലെന്ന് f(x) രണ്ട് ഫംഗ്ഷൻ വെച്ചിട്ട് തന്ന്. അപ്പോൾ ലിമിറ്റ് എന്ത് ചെയ്യും? 2ഓ 3ഓ ആയിട്ടെല്ലാം സ്പ്ലിറ്റ് ചെയ്ത് ബാക്കി വരുന്നത് 0 ആയിപ്പോയി, അങ്ങനെയെല്ലാം പോയി. പക്ഷേ ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഇവിടെ ഒരു ഫംഗ്ഷനേ ഉള്ളൂ, x>0 എന്നേ പറഞ്ഞിട്ടുള്ളൂ, 0-നേക്കാൾ കൂടുതൽ. അപ്പോൾ എത്ര വരെ പോകാം? നമുക്കറിയാവുന്ന ഏറ്റവും വലിയ ലിമിറ്റ് ഇൻഫിനിറ്റി വരെയാണ്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? ഇതിൻ്റെ എന്താ കാണാൻ പറഞ്ഞാൽ ഫൊറിയർ കൊസൈനും കാണാൻ ചോദിച്ചു, സൈനും കാണാൻ ചോദിച്ചു. കൊസൈന് ഞാൻ എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ ഫൊറിയർ കൊസൈൻ ആണെങ്കിൽ f(x)ൻ്റെ ഫോർമുല എന്ന് പറയുന്നത് (0) a(ω) ഇൻറ്റു കോസ് (ωx) d(ω). ഇതാണ് ഫോർമുല. പിന്നെ ഇതിൽ ഇനി എന്ത് ചെയ്യണം? a(ω) കാണുന്നത് ചെയ്യാം. (2/π). ഇനി ലിമിറ്റ് എടുത്തേക്കേ പോകണ്ടു? 0-നേക്കാളും കൂടുതലേ പോകണ്ടു. ആദ്യം ഫോർമുല എഴുതുക. 0 to ഇൻഫിനിറ്റി തന്നെയാണ് ഫോർമുല, f(x) ഇൻറ്റു കോസ് (ωx) dx. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ x വരുന്ന കേസിൽ ഇവിടെ ω വരുന്നു. ഇവിടെ ω വരുമ്പോൾ ഇവിടെ എന്ത് വരും? x വരും. അത് മാറിപ്പോകല്ലേ. അന്നേരം നമ്മൾ ചെയ്യുന്ന ഇൻ്റഗ്രേഷൻ മൊത്തം തെറ്റും. ഇനി എന്ത് ചെയ്യുക? ഇനിയാണ് നമ്മൾ ലിമിറ്റ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. നമുക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ എടുത്തേക്കേ പോകുന്നുള്ളൂ, x>0. k>0 എന്ന് പറഞ്ഞാൽ വെറുതെ പറയുന്നതാണ്, ഒരു കോൺസ്റ്റൻ്റ് ആണ്, അത് 0-നേക്കാൾ വലുതാണ്, അതിനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇത് മാത്രം നോക്കുക, x>0. x>0 എന്ന് പറയുമ്പോൾ 0 മുതൽ നമുക്ക് എടുത്തും വരെ പോകാം, ഇൻഫിനിറ്റി വരെ നമുക്ക് പരമാവധി പോകാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇൻഫിനിറ്റി വരെ പോകാം. അപ്പോൾ ആ സമയത്തുള്ള f(x)ൻ്റെ വാല്യൂ എന്നാ? ആ ഒരു കേസ് മാത്രമേ ഉള്ളൂ. ആ സമയത്തുള്ള f(x)ൻ്റെ വാല്യൂ എന്നാ? e⁻−kx. e⁻−kx ഇൻറ്റു കോസ് (ωx) dd. f(x)ൻ്റെ വാല്യൂ കൊടുത്തു, കോസ് (ωx) dx. അപ്പോൾ ഇത്ര വരെ എഴുതി കഴിഞ്ഞാൽ a(ω) ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇനി എന്ത് ചെയ്യുക? ഇവിടെ നോക്ക്, നേരത്തെ എല്ലാം ഒരു കോൺസ്റ്റൻ്റ് ആയിരുന്നു. 1 എല്ലാം പറയുമ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഈ ഒരു കോസിൻ്റെ ടേം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒന്നും ചെയ്യാനില്ല, ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ ഇപ്പോൾ 2 ടേം വന്നു. രണ്ടും എന്താണ്? എക്സിൻ്റെ. ഇതൊരു ഫംഗ്ഷനാണ്, ഇത് വേറൊരു ഫംഗ്ഷനാണ്. 2 ഫംഗ്ഷൻ വന്നു. ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ 2 ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ബൈ യൂസിങ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ഇതൊരു ഫോർമുല, ഇതാണ് ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്, ബൈ യൂസിങ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറയുന്നത് ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ഫംഗ്ഷനും സെക്കൻഡ് ഫംഗ്ഷനും ഉണ്ടാവും. 2 ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ വാല്യൂ ഏതിനോട് ഈക്വലാണ്? ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് d/dx, ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. അതായത് ഇവിടെ തുടങ്ങുന്ന ഈ വലിയ ഇൻ്റഗ്രൽ ഇത്ര വരെ ബാധക. ഈ കുഞ്ഞ് ഇൻ്റഗ്രലിൻ്റെ കണ്ടുപിടിച്ചിട്ട് അതിനും കൂടെ ബാധകമാണ് ഈ വലിയ ഇൻ്റഗ്രൽ. അത് മറന്നു പോകാനേ പാടില്ല. dx എന്ന് വരും. അപ്പോൾ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ 2 ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇതാണ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്നുള്ള ഫോർമുല. ഇനി ഇത് അപ്ലൈ ചെയ്യാൻ തന്നെ ഒരു റൂളും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ 2 ഫംഗ്ഷൻ വന്നു, അതിന് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നമ്മൾ നോക്കണം. ഐലേറ്റ് എന്ന് പറയും. ഐലേറ്റ് എന്ന് പറയുന്നത് ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ നമ്മൾ ഇപ്പോൾ 2 ഫംഗ്ഷൻ വന്നാൽ ഏത് ഫംഗ്ഷൻ ആദ്യം എടുക്കണം എന്നുള്ളത് ഈ റൂള് വെച്ചിട്ടാണ് പറയാം. ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണുള്ളതെങ്കിൽ എന്താണ്? അത് ആദ്യം എടുക്കണം. ലോഗിൻ്റെ ഫംഗ്ഷൻ ആണെങ്കിൽ അത് പിന്നെ എടുക്കണം. പിന്നെ ഓൾജിബ്രൈക് ഫംഗ്ഷൻ, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. ഇവിടെ ഇപ്പം എന്താ ഉള്ളത്? എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനുണ്ട്. കോസ്, സൈന് എന്നെല്ലാം പറയുന്നത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസാണ്. അപ്പോൾ
ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷനും ഉണ്ട്, ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഉണ്ട്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഇതിൽ ഏതാദ്യം എടുക്കണം? ട്രിഗണോമെട്രി കഴിഞ്ഞിട്ടല്ലേ എക്സ്പോണൻഷ്യൽ വരുന്നത്. അപ്പോൾ കോസിനെ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷനായിട്ടും e−kxനെ സെക്കൻഡ് ഫംഗ്ഷനായിട്ടും എടുക്കും. അപ്പോൾ ഇതിന് ഞാനിപ്പോൾ എ എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ കൊടുത്തു. ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? ആ എ മാത്രം ചൂസ് ചെയ്തു. എ എന്നുള്ള അതിൽ നിന്ന് ആ ഇൻ്റഗ്രൽ മാത്രം ഞാൻ ചൂസ് ചെയ്തു. അപ്പം എന്ത് വരും? ഇൻ്റഗ്രൽ 0 to cos ഒമേഗ എക്സ് ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് കോസിനെ എടുക്കണം, സെക്കൻഡ് ഫംഗ്ഷനായിട്ട് e−kxനെ എടുക്കണം, dx എന്നും കൊടുത്തു. ഇനി എന്ത് ചെയ്യുക? ഇതിന് ഞാൻ ഐ എന്ന് പേര് കൊടുത്തു. ഇത് ഐ ആണ്, ഐ എന്ന് പേര് കൊടുത്തു. കാരണം ഇനി നമ്മൾ സോൾവ് ചെയ്ത് കുറച്ചും കൂടെ അങ്ങോട്ട് വരുമ്പം ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ ഇതേ കാര്യം ഒന്നും കൂടെ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യും. അവിടെ പിന്നെയും ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോവണ്ട എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വാല്യൂ കൊടുക്കുന്നത്. അപ്പോൾ ഇത് കാണുന്നിടത്ത് ഇനി നമുക്ക് ഐ എന്ന് കൊടുത്താൽ മാത്രം മതി. ഇത്ര എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ ഓഫ് 0 to cos ഒമേഗ എക്സ് ഇൻറ്റു e−kx dx. ഇതിനെയാണ് നമ്മൾ ഐ എന്ന് പറഞ്ഞിട്ട് കൊടുത്തത്. ഐ ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി എന്ത് ചെയ്യുക? ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഈ റൂള് പ്രകാരം, ഐലൈറ്റിൻ്റെ റൂള് പ്രകാരം. ഐലൈറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ എന്നാ? കോസ് ഒമേഗ എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് പറയുമ്പം e−kxൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്ത വാല്യൂ എന്താ? e−kx ഡിവൈഡഡ് ബൈ -k. ഇതാണ് അതിൻ്റെ വാല്യൂ. ആ വാല്യൂ മാത്രം ഞാൻ ഇവിടെ എടുത്ത് ചെയ്യുന്നത്. ഇത് cos x ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് e−kx ബൈ e−kx ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞില്ലല്ലോ, ഞാനത് ആ ഒരു സ്റ്റെപ്പും കൂടി എഴുതുന്നുണ്ട്. ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് cos ഒമേഗ എക്സ്, ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഈ സ്റ്റെപ്പ് എഴുതി. ഇനി എന്ത് ചെയ്യുക? ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. cos ഒമേഗ എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് e−kx എന്താ വരും? e−kx ബൈ -k. ലിമിറ്റ് ഇട്ട് കൊടുക്കണേ 0 to ഇൻഫിനിറ്റി. ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഇൻ്റഗ്രലിന് ലിമിറ്റ് കൊടുക്കില്ല, കാരണം ഇവിടെ പുറത്തൊരു ഇൻ്റഗ്രലും കൂടി ഉള്ളതുകൊണ്ട് ഇവിടുത്തെ ഇൻ്റഗ്രലിന് ലിമിറ്റ് കൊടുക്കുന്നില്ല. 0 to ഇൻഫിനിറ്റി മൈനസ് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഡെറിവേറ്റീവ് ഓഫ് cos ഒമേഗ എക്സ് എന്താ? d/dx ഓഫ് cos x എന്ന് പറയുന്നത് എന്താ? മൈനസ് സൈൻ ഒമേഗ എക്സ് ഇൻറ്റു ഒമേഗ ഇൻറ്റു ഇനി എന്നാ e−kxൻ്റെ ഇൻ്റഗ്രൽ e−kx ഡിവൈഡഡ് ബൈ -k, പിന്നെ ഉള്ളത് dx അതുപോലെ. ഇനി അടുത്തത്, ഈ ഒരു ലിമിറ്റ് കൊടുക്കുമ്പം ഈ കോസിനും കൂടെ നമ്മൾ ലിമിറ്റ് കൊടുക്കണം, എന്നാലേ നമുക്ക് അതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് കിട്ടും. അപ്പം എന്ത് വരും? cos ഒമേഗ ഇൻറ്റു ഇൻഫിനിറ്റി ഇൻറ്റു e−k ഇൻഫിനിറ്റി ബൈ -k മൈനസ് cos ഒമേഗ ഇൻറ്റു 0 ഇൻറ്റു e−k ഇൻറ്റു 0 ബൈ -k. ഇതാണല്ലോ ഫസ്റ്റിലത്തെ ലിമിറ്റ് കൊടുത്താൽ വരിക. പിന്നെ സെക്കൻഡ് എന്ന് ബാക്കി എന്താ ഉള്ളത്? മൈനസ്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെയും മൈനസ് ഉണ്ട്, ഇവിടെയും മൈനസ് ഉണ്ട്. ഈ രണ്ട് മൈനസ് ചേർന്നാൽ പ്ലസ് ആയി. പിന്നെയോ ഇവിടെ ഒരു ഒമേഗ ഉണ്ട്, ഇവിടെ ഒരു കെ ഉണ്ട്. അപ്പോൾ ഒമേഗ ബൈ കെ കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്ത് വെച്ചു, കാരണം എക്സിലാണല്ലോ ഫംഗ്ഷൻ ഉള്ളത്, അത് പുറത്ത് വെക്കാം. അപ്പോൾ ബാക്കി എന്താണല്ലേ? സൈൻ ഒമേഗ എക്സും ഉണ്ട്, e−kx ഉണ്ട്. സൈൻ ഒമേഗ എക്സ് ഇൻറ്റു e−kx. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു തരുമ്പം പറഞ്ഞതാണ്.
എക്സ് ഡി എക്സ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. ഇപ്പുറത്ത് നമ്മൾ വാല്യൂ കൊടുത്തുകൊണ്ട് ഇവിടെ ഇനി ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സ്റ്റെപ്പിലെത്തും. ഇനി എന്ത് ചെയ്യാം? ഇനി കുറച്ച് വാല്യൂസ് ഞാൻ ഇന്നലെ അയച്ചു തന്നിട്ടുണ്ട്. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ 0 ആണ്. പിന്നെയോ ഇ റേസ് ടു 0ൻ്റെ വാല്യൂ 1 ആണ്. ഇ റേസ് ടു ഇൻഫിനിറ്റീൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ നമുക്ക് കോസ് ഒമേഗ ഇൻഫിനിറ്റീൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക് അറിയില്ല. പക്ഷേ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ഫോമിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് ടേം 0 ആയല്ലേ? 0. പിന്നെയോ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. മൈനസും മൈനസും ചേരുമ്പം പ്ലസ് ആയി. കോസ് ഒമേഗ ഇൻറ്റു 0 എന്ന് വെച്ചാൽ കോസ് ഇതെന്ന് പറയുന്നത് എന്താ? 0നോട് ഈക്വൽ അല്ലേ? കോസ് 0 ഇൻറ്റു ഇതെന്തായിട്ട് മാറും? കോസ് 0 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 0 അല്ലെ? ഇ റേസ് ടു മൈനസ് 0 എന്നൊന്നും പറയില്ലല്ലോ. ഇ റേസ് ടു 0/k ഫോമിലല്ലേ ഉള്ളത്? കോസ് 0 എന്ന് വെച്ചാൽ 1 ആണ്. ഇ റേസ് ടു 0ൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ഇതെന്തായിട്ട് മാറി? 1/k. അപ്പോൾ ഇത്ര വരെയുള്ള കാര്യം. ഇനി ഇതാണ് നോക്കേണ്ടത്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക? മൈനസ് ഒമേഗ/k. ഇനി ആദ്യം നോക്ക്, ഇവിടെ ഒരു ഫംഗ്ഷൻ വന്നു, അടുത്തതും ഫംഗ്ഷൻ വന്നു. ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ 2 ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ എന്ത് ചെയ്യും? ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഒന്നും കൂടെ അപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് വരും? ഇവിടെ സൈന് ട്രിഗണോമെട്രിക് ആണ്, ഇത് എക്സ്പൊണൻഷ്യലാണ്. അപ്പോൾ ഈ എഴുതിയത് ഓർഡർ കറക്റ്റാണ്. ഇത് ഫസ്റ്റ് ഫംഗ്ഷനും ഇത് സെക്കൻഡ് ഫംഗ്ഷനും ആയിട്ട് തന്നെയാണ് ഉള്ളത്. ഇനി എന്ത് ചെയ്യുക? അതിനെ ഒന്നും കൂടി ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? ഫസ്റ്റ് ഫംഗ്ഷൻ സൈൻ ഒമേഗ എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇ റേസ് ടു മൈനസ് കെ എക്സ് വിത്തിൻ ദ ലിമിറ്റ് 0 ടു ഇൻഫിനിറ്റി. ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഒമേഗ എക്സ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഡി എക്സ്. ഇനി എന്ത് ചെയ്യുക? ബാക്കി ഇവിടെ എന്താ ഉള്ളത്? 1/k മൈനസ് ഒമേഗ/k. പിന്നെ ഈ ഇൻ്റഗ്രലിൻ്റെ എല്ലാം വാല്യൂ കൊടുത്ത് ചെയ്യുന്നു. സൈൻ ഒമേഗ എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് കെ എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് കെ എക്സ് ബൈ മൈനസ് കെ വിത്തിൻ ദ ലിമിറ്റ് 0 ടു ഇൻഫിനിറ്റി. ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രാക്കറ്റ് മാറ്റാം കേട്ടോ. എല്ലാ ബ്രാക്കറ്റോടും എഴുതാൻ തിരിയൂല. ഇങ്ങനെ വന്നു. പിന്നെയോ മൈനസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഒമേഗ എക്സ് എന്ന് പറയുമ്പോൾ എന്താ? കോസ് ഒമേഗ എക്സ് ഇൻറ്റു ഒമേഗ പിന്നെ ഇ റേസ് ടു മൈനസ് കെ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് കെ എക്സ് ബൈ മൈനസ് കെ ഡി എക്സ്. ഇങ്ങനെ വന്നല്ലോ. ഈ തുറന്ന ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി ഇതിനെ പിന്നെയും എക്സ്പാൻഡ് ചെയ്യാം. 1/k മൈനസ് ഒമേഗ/k. ഇനി എന്താ? ഇവിടെ ലിമിറ്റ് കൊടുക്കുക. സൈൻ ഒമേഗ ഇൻറ്റു ഇൻഫിനിറ്റി ഇൻറ്റു ഇ റേസ് ടു മൈനസ് കെ ഇൻഫിനിറ്റി ഡിവൈഡഡ് ബൈ മൈനസ് കെ മൈനസ് പിന്നെ ഇവിടെ ഒരു മൈനസ് ഇല്ലേ അടുത്ത ടേം എഴുതുമ്പോൾ? അപ്പോൾ സൈൻ ഒമേഗ ഇൻറ്റു 0 ഇതെന്തായാലും ടേം 0 ആവും. കാരണം സൈൻ 0 ഒമേഗ ഇൻറ്റു 0 എന്ന് പറയുന്നത് എന്നാൽ 0 തന്നെ. സൈൻ 0ൻ്റെ ബാക്കി എന്താ വരിക? 0 അല്ലേ? സൈൻ 0 ആയതുകൊണ്ട് ആ ടേം ഇതിൻ്റെ സെക്കൻഡ് ടേം മൊത്തം 0 ആയി. പിന്നെ ഫസ്റ്റ് ടേം 0 ആയിരിക്കും. കാരണം എന്താ? ഇ റേസ് ടു മൈനസ് കെ ഇൻഫിനിറ്റി, അതായത് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ഫോമിൽ വന്നു. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റീൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഇതും ഈക്വൽ ടു 0 ആണ്. ഇത് പിന്നെ എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ എന്നാ ബാക്കിയുള്ളത്? മൈനസ് ഈ ഒരു മൈനസ് ഇത് മൊത്തം 0 ആയിപ്പോയി. പിന്നെന്താ ബാക്കിയുള്ളത്? മൈനസ് ഇവിടുത്തെ കോൺസ്റ്റന്റ് എന്താ? ഒമേഗ/-k. മൈനസ് ഇടിയുണ്ട്, പുറത്തൊരു മൈനസ്, അത് രണ്ടും ചേരുമ്പോൾ പ്ലസ് ആയി. ഒമേഗ/k ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി കോസ് ഒമേഗ എക്സ് ഇ റേസ് ടു മൈനസ് കെ എക്സ് ഡി എക്സ്.
ഇതിനൊന്നും കൂടെ ഞാൻ വൃത്തിക്ക് എഴുതുന്നു. അപ്പം എന്ത് വരും? 1/k മൈനസ് ഈ ω/k ഇതിന് മൊത്തം ബാധക. അപ്പം എന്നാ ഈ ആദ്യത്തെ ടേം 0 ആയിപ്പോയി എന്ന് പറഞ്ഞു. പിന്നെന്താ ഉള്ളത്? ω/kയും പുറത്തുള്ള ω/kയും. അപ്പം എന്ത് വരും? ω²/k² ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി cos ωx ഇൻറ്റു e⁻−kx dx എന്ന് വന്നു. ഇനി നോക്ക്, ഈ ഒരു ഇൻ്റഗ്രൽ cos ωx ഇൻറ്റു e⁻−kx dx നമ്മൾ തുടങ്ങിയപ്പോൾ i എന്ന് പറഞ്ഞു കൊടുത്ത് നോക്ക്. 0 ടു ഇൻഫിനിറ്റി cos ωx e⁻−kx dx. അതേ സാധനം നമുക്ക് ഇവിടെ വന്നല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? i എന്ന് പറഞ്ഞിട്ട് അവിടെ വാല്യൂ കൊടുക്കാം. -ω²/k² ഇൻറ്റു i എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഇനി നോക്ക്, ഈ ഈക്വൽ ടു സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്ന? ഇവിടുന്ന്. i ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് ഫുള്ളും ചെയ്തു വന്നത്. അതായത് ഇവിടെ എന്താ? i ഈക്വൽ ടു ദിസ് എന്ന് പറഞ്ഞു. അപ്പം എന്ത് ചെയ്യാം? i ഈക്വൽ ടു 1/k മൈനസ് ω²/k² i എന്ന് കിട്ടിയില്ലേ? അപ്പോൾ i ഉള്ള ടേം മൊത്തം ഒരു സൈഡിലെടുക്കുക, അല്ലാത്തതിന് ഒന്നിച്ച് വെക്കുക. ഈ ഐൻ്റെ കൂടെ ഈ ω²/k² ഉണ്ട്. അതിൻ്റെ മുമ്പിൽ എന്താ ചിഹ്നം? മൈനസ്. അതിന് ഇപ്പുറത്തോട്ട് പോകുന്നു. അതായത് ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്തായിട്ട് വരും? മൈനസ് മാറിയിട്ട് പ്ലസ് ആവും. i പ്ലസ് ω²/k² ഈക്വൽ ടു 1/k എന്ന് വന്നല്ലോ. ഇവിടെ ഒരു i ഉണ്ട്. ω²/k² i എന്നല്ലേ അല്ലേ? അപ്പോൾ i ഉണ്ട്, ഇവിടെ i ഉണ്ട്. i കോമൺ ആയിട്ട് പുറത്ത് വെച്ചു. പിന്നെ എന്താ ഉള്ളത്? ഇവിടുന്ന് i പുറത്ത് വെച്ചാൽ പിന്നെ അവിടെ എന്തേ ഉള്ളൂ? 1 പ്ലസ് ഇപ്പുറത്തുനിന്ന് i പുറത്ത് വെച്ചാൽ എന്തുണ്ട്? ω²/k² ഈക്വൽ ടു 1/k എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് i ഈക്വൽ ടു ഇതിനെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി 1/k ഇൻറ്റു ഇതിനെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇനി ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. 1 പ്ലസ് ω²/k² അല്ലേ? ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് ഗുണിക്കാം. ഈ ഡിനോമിനേറ്റർ രണ്ടിനും ബാധകമാക്കുന്ന വിധത്തിലാക്കി മാറ്റുന്നത്. k² പ്ലസ് ω²/k² എന്ന് വരും. അപ്പോൾ എന്ത് വരും? ഇത് അതായത് i ഇൻറ്റു k² പ്ലസ് ω²/k² ഈക്വൽ ടു 1/k എന്നല്ലേ വന്നത്? അപ്പോൾ ഈ ഒരു ഇതിനെ ഞാൻ ഈക്വൽ ടു ഇപ്പുറം കൊണ്ട് പോകുമ്പോൾ എന്തോ അടിയിലുള്ളത് മേലെ വരും, മേലെയുള്ളത് അടിയിൽ വരും. അപ്പം എന്ത് വരും? i ഈക്വൽ ടു 1/k ഇൻറ്റു അടിയിലുള്ള k² മേലെ വന്നു, മേലെയുള്ള k² പ്ലസ് ω², അതായത് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ i ഇൻറ്റു തന്നെയാണ് ഉള്ളത്. എന്താ പറയുക, ഇപ്പോൾ ഒരു ഫ്രാക്ഷൻ്റെ a/bനെ ഞാൻ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ പറയേണ്ട ആവശ്യമുണ്ട്. a/bൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യാം? ഇപ്പോൾ k ഇൻറ്റു a/b ഈക്വൽ ടു c ആണെങ്കിൽ kൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? c ഇൻറ്റു b/a. ഡിവിഷൻ ചെയ്യാന്ന് വെച്ചാൽ ഫ്രാക്ഷൻ്റെ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ സൈഡിലും ഇൻറ്റു ചെയ്തപ്പോൾ ഈ സൈഡിലും ഇൻറ്റു ചെയ്തു, പക്ഷേ റെസിപ്രോക്കൽ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പം എന്ത് വരും? മേലെ k² ഒരു k വെട്ടി, താഴത്തെ kയും വെട്ടി. പിന്നെ എന്താ ഉള്ളത്? k/k² പ്ലസ് ω² എന്ന് കിട്ടി. ഇത് iയുടെ വാല്യൂ ആണ് കിട്ടിയത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ഞാനൊരു ഇക്വേഷൻ ഒന്ന് കാണിച്ചിട്ടുണ്ടായി. ഈ ഇക്വേഷൻ എയിൽ ഈ ഒരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കിട്ടിയ, അപ്പം അതിന് മുമ്പിൽ എന്തുണ്ട്? ഒരു 2/π ഇട്ട് കൊടുത്താൽ a(ω) കിട്ടും. a(ω) കിട്ടിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്താൽ മതി? f(x)ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? f(x) കിട്ടും. അതായത് ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രൽ കിട്ടും.